വടക്കൻ കേരളത്തിൽ പ്രത്യേകിച്ച് അതിശക്ത മഴ തുടരുന്നു. കണ്ണൂർ അഞ്ചരക്കണ്ടിയിൽ സ്കൂൾ വിദ്യാർത്ഥികൾക്ക് മുന്നിലേക്ക് മതിലിടിഞ്ഞു വീണു. തലനാരിഴയ്ക്ക് വിദ്യാർത്ഥികൾ രക്ഷപ്പെട്ടു. ശക്തമായ മഴയിൽ വടക്കൻ കേരളത്തിൽ വ്യാപക നാശങ്ങൾ ഉണ്ടാവുന്നുണ്ട്. കോഴിക്കോട് കുറ്റ്യാടിയിൽ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറി. കുറ്റ്യാടി ചുരം റോഡിൽ മണ്ണിടിച്ചിലുണ്ടായി. 4 വീടുകൾ അപകട ഭീഷണിയിലാണ്. കാപ്പാട് വിനോദസഞ്ചാര കേന്ദ്രത്തിനടുത്ത് 7 ഹൈടെൻഷൻ പോസ്റ്റുകൾ മുറിഞ്ഞു വീണ് വൈദ്യുതി ബന്ധം താറുമാറായി. കല്ലാച്ചിയിൽ വീട് തകർന്നു വീണു. വീട്ടുകാർ പുറത്തേക്കോടിയതിനാൽ വൻ അപകടമൊഴിവായി. വടകരയിലേക്ക് കുടിവെള്ളം പമ്പ് ചെയ്യുന്ന വിഷ്ണുമംഗലം ബണ്ട് കരകവിഞ്ഞൊഴുകി. പുഴയോരവാസികൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകി. മാവൂർ മേഖലയിൽ വെള്ളക്കെട്ട് തുടരുകയാണ്. കണ്ണൂർ, മട്ടന്നൂർ, കൊട്ടാരം, പെരിയരത്ത് കാർ ഒഴുക്കിൽപ്പെട്ടു. അഞ്ചരക്കണ്ടിയിൽ സ്കൂൾ വിദ്യാർത്ഥികൾക്ക് മുന്നിലേക്ക് മതിലിടിഞ്ഞു വീണു. വിദ്യാർത്ഥികൾ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. മട്ടന്നൂർ നായിക്കാലിയിൽ പുനർനിർമ്മാണം നടക്കുന്ന റോഡിന്റെ ഒരു ഭാഗം തകർന്നു. കനത്ത മൂടൽമഞ്ഞിനെ തുടർന്ന് കുവൈറ്റ് കണ്ണൂർ എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനം കൊച്ചിയിലേക്ക് വഴിതിരിച്ചുവിട്ടു. മലപ്പുറം നിലമ്പൂർ പോത്തുകൽ പനങ്കയം റോഡിൽ മരങ്ങൾ വീണ വൈദ്യുതി തൂൺ തകർന്നു. മലപ്പുറം തിരൂരങ്ങാടി കടലുണ്ടി പുഴയോരത്തെ 15ഓളം വീടുകൾ മണ്ണിടിഞ്ഞ് തകർച്ചാ ഭീഷണിയിലാണ്. പാലക്കാട് മംഗലം ഡാം വ്യാപാര ഭവന്റെ മുകളിൽ കൂറ്റൻ മരം വീണ കെട്ടിടം തകർന്നു. അട്ടപ്പാടി മണ്ണാർക്കാട് പാതയിൽ മരം വീണ് ഗതാഗതം തടസ്സപ്പെട്ടു. കൽപ്പാത്തിയിൽ കെട്ടിടം തകർന്നു. രാവിലെ 6:30യോടെ മേൽക്കൂര ഉൾപ്പെടെ നിലം പതിക്കുകയായിരുന്നു. വിവിധ ബ്യൂറോകൾക്കൊപ്പം 24 കോഴിക്കോട്.